ജയസൂര്യ അല്ല എന്ന് ഞാനിപ്പോൾ ഇവിടെ മീഡിയയുടെ മുമ്പിൽ ഞാൻ പറയുകയാണ്. കാരണം എനിക്കിപ്പോൾ പ്രത്യേകിച്ച് ആരുടെയെങ്കിലും ഇപ്പം ഞാൻ എന്നോട് തെറ്റ് ചെയ്തവനോട് ഞാൻ ക്ഷമിച്ചു, എന്നോട് മാപ്പ് പറഞ്ഞു, ആ ഒരു വിഷയം അവിടെ ക്ലിയർ ചെയ്തു. ഇപ്പോൾ അവരുടെ പേര് വലിച്ചഴച്ചത് കൊണ്ട് പ്രത്യേകിച്ച് അവരുടെ ഫാമിലിക്ക് ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇപ്പോൾ ആലോചിക്കുന്നത്. അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാവാം. പിന്നെ എനിക്കത് ഒരു പേര് പറഞ്ഞൊരു വ്യക്തിയെ ഇപ്പം നിർത്തേണ്ട ആവശ്യമില്ല. ഇനി അഥവാ അപ്പോൾ കാല് മാറാനായിട്ട് അധികം സമയമൊന്നും ചില ആളുകൾക്ക് ആവശ്യമില്ല. ഇപ്പം പറഞ്ഞു വന്ന കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, സോണിയ എന്ന് പറഞ്ഞ ഒരു യുവതിയെ കുറിച്ചിട്ടാണ് ഞാനിപ്പോൾ പറഞ്ഞു വരുന്നത്. പുള്ളിക്കാരിയുമായിട്ട് ബന്ധമുള്ള സംഭവങ്ങൾ ഇതിനു മുമ്പും ഞാൻ ഷെയർ ചെയ്തിരുന്നു. ഹേമ കമ്മീഷൻ്റെ റിപ്പോർട്ട് വന്നതിന് ശേഷം പുള്ളിക്കാരി ചില ചാനലുകളിൽ വന്നു ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. 2013 ഒരു സിനിമയിൽ അഭിനയിക്കുവാൻ പോയപ്പോൾ അവിടെ ഇരുന്ന ഒരു യുവ നടൻ തന്നെ കയറി പിടിക്കാൻ നോക്കിയെന്നും അതും എന്തോ ആവശ്യത്തിന് വേണ്ടി ബാത്റൂമിൽ പോയ സമയത്ത് പിന്നാലെ വന്ന് പിന്നിൽ കയറി പിടിച്ചു എന്നുമൊക്കെയാണ് ഈ പുള്ളിക്കാരി മുമ്പ് വീഡിയോയിൽ വാർത്താ മാധ്യമങ്ങളിലൊക്കെ വന്ന് പറഞ്ഞത്. അപ്പോൾ ഇതിനെപ്പറ്റി കുറച്ച് ഒരു ടിപ്സൊക്കെ ഹിൻറ്റുമൊക്കെ പുള്ളിക്കാരി കൊടുക്കുന്നുണ്ട്. ആ സിനിമയുടെ സെറ്റ് വന്നിട്ട് തൊടുപുഴയിൽ ആയിരുന്നുവെന്നും 2013 സംഭവം നടന്നതെന്നും ഫാം ഹൗസ് പോലെയുള്ളൊരു സ്ഥലത്താണെന്നും ഇപ്പോൾ സൂപ്പർ സ്റ്റാറായ ഒരു യുവ നടനായിരുന്നു ആ സിനിമയിലെ നായകനും ആയിരുന്നു എന്നും ഒക്കെ പുള്ളിക്കാരി പറയുന്നുണ്ട്. ആ സിനിമയിലെ നായകനായിരുന്നു എന്ന് പറയുന്നത് ഈ ഹിൻറ്റുകളെല്ലാം ഒരു ജിക്സോ പസിൽ പോലെ കൂട്ടിച്ചേർക്കുമ്പോൾ എത്തുന്നത് ജയസൂര്യയിലേക്കാണ്. കാരണം 2013 തൊടുപുഴയിൽ വെച്ച് ചിത്രീകരണം നടന്ന സിനിമ എല്ലാവർക്കും അറിയാം. പിന്നെ എന്തൊക്കെ സംഭവിച്ചു എന്നും എല്ലാവർക്കും അറിയാം. എല്ലാം കൂടി ചേർന്ന് ജയസൂര്യയെ എയറിൽ കയറ്റി. ഇന്നലെയും മിനിഞ്ഞാന്നും കഴിഞ്ഞ ദിവസങ്ങളുമൊക്കെ ആയിട്ട് ജയസൂര്യ എയറിലായിരുന്നു. സോണിയയും മിനു എന്ന വേറൊരു നടിയും ജയസൂര്യയുമായിട്ടുള്ള സമാനമായിട്ടുള്ള അനുഭവം ഇന്നലെയൊക്കെ പങ്കുവച്ചിരുന്നു. തുറന്നു പറച്ചിലുകളൊക്കെ നടത്തി എല്ലാം കൈവിട്ടതായി തോന്നിയപ്പോൾ സോണിയ തിരിച്ചു വന്നു ചില കാര്യങ്ങളൊക്കെ വെളിപ്പെടുത്തുന്നുണ്ട്. അതെന്താണെന്ന് നമ്മൾക്കൊന്ന് കണ്ടിട്ട് വരാം. ഓരോ പേരുകൾ കണ്ടെത്തുന്നു. അത് ജയസൂര്യയാണ് പല പ്രേക്ഷകരും കണ്ടെത്തിയ ഒരു പേര്. കേട്ടിട്ടുണ്ടാകാം. 2013 പിക്മാൻ എന്ന് പറയുന്ന ഒരു സിനിമ തൊടുപുഴയിൽ വെച്ചാണ് ഷൂട്ട് ചെയ്യുന്നത്. 2013 താങ്കൾ പറഞ്ഞിരിക്കുന്ന പല ഹിന്റുകളും ജയസൂര്യക്ക് അനുകൂലമായ ചില ഹിന്റുകളാണ്. ജയസൂര്യ എന്ന് പറയുന്ന ഒരു പേരിന് അനുകൂലമാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുക. അപ്പോൾ അത്തരത്തിൽ ഒരു പേര് മുന്നിൽ നിർത്തിക്കൊണ്ട് പലരും ചോദിക്കുകയാണ്, ഇതാണോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ജയസൂര്യ അല്ല എന്നൊരു വാക്ക് പറയാൻ കഴിയുമോ? ജയസൂര്യ അല്ല എന്ന് ഞാനിപ്പോൾ ഇവിടെ മീഡിയയുടെ മുമ്പിൽ ഞാൻ പറയുകയാണ്. കാരണം എനിക്കിപ്പോൾ പ്രത്യേകിച്ച് ആരുടെയെങ്കിലും ഇപ്പം ഞാൻ എന്നോട് തെറ്റ് ചെയ്തവനോട് ഞാൻ ക്ഷമിച്ചു, എന്നോട് മാപ്പ് പറഞ്ഞു, ആ ഒരു വിഷയം അവിടെ ക്ലിയർ ചെയ്തു. ഇപ്പോൾ അവരുടെ പേര് വലിച്ചഴച്ചത് കൊണ്ട് പ്രത്യേകിച്ച് അവരുടെ ഫാമിലിക്ക് ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇപ്പോൾ ആലോചിക്കുന്നത്. അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാവാൻ പാടില്ല. ജയസൂര്യ അല്ല എന്ന് പറയുന്നത് അല്ല, അങ്ങനെയൊന്നല്ല. എനിക്ക് ഇതിനകത്തോട്ടൊരു പ്രത്യേകിച്ച് ഒരു പേര് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ പോകാൻ പറ്റത്തില്ല. കാരണം എനിക്കത് ഒരു പേര് പറഞ്ഞൊരു വ്യക്തിയെ ഇപ്പം നിർത്തേണ്ട ആവശ്യമില്ല. ഇനി അഥവാ ഒരു അന്വേഷണ സംഘത്തോടോ ആ രീതിയിൽ കേസില്ലല്ലോ, അന്വേഷണ സംഘത്തിന് അത് വേണ്ടി വന്നാൽ അവർക്കിപ്പോ നമ്മളിങ്ങനെ ആരോപണമാണ്, അത് തെളിയിക്കണം, അങ്ങനെയൊക്കെ ഒരു ലീഗൽ ഇത് വന്നാൽ പേര് പറയാനും പറയാതിരിക്കാനുള്ള അവകാശം നമുക്കും ഉണ്ട്. നമുക്ക് അന്വേഷണ സംഘം വരും. കാരണം ഒരു 7 അംഗ സംഘത്തിനെ നമ്മുടെ സർക്കാർ തന്നെ നിയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള അന്വേഷണം വരും. ഇപ്പോൾ നിലവിൽ എനിക്ക് പരാതി ഇല്ലാത്ത അപ്പോൾ ഇങ്ങനെ പരാതി തന്നെ ഇല്ല എന്ന് പറയുമ്പോഴേക്കും ആരോപണങ്ങൾക്ക് ഇതോടെ പ്രസക്തി ഇല്ലാതാകുന്നു. പരാതിയില്ലെങ്കിൽ പിന്നെ എന്തിനാണ് വെറുതെ ആരോപണം കൊണ്ടുവരുന്നത്? പരാതിയില്ല, പക്ഷേ ആരോപണങ്ങൾ ഉന്നയിക്കാം. ഇതൊക്കെ എന്തിനാണെന്ന് മനസ്സിലാകുന്നില്ല. പിന്നെ ആരാണ് ഇവരെ കയറി പിടിച്ചത്? സോണിയ തന്ന ഹിൻഡ് വെച്ച് 2013 തൊടുപുഴയിൽ വെച്ച് ചിത്രീകരിച്ച പടം എന്ന് പറയുന്നത് ബിഗ്മാനാണ്. അതിൽ അഭിനയിച്ചത് ജയസൂര്യയുമാണ്. അതല്ലെങ്കിൽ ഇവർക്ക് വേറൊരു പടം പറയാം. പക്ഷേ സംഗതി പുറത്തായപ്പോൾ പുള്ളിക്കാരി നൈസായിട്ട് ട്രാക്ക് മാറി. ജയസൂര്യ അല്ല എന്ന് പറഞ്ഞ് ഇപ്പോൾ പുള്ളിക്കാരി അലഗേഷൻസൊക്കെ ഉന്നയിക്കുന്നു. ആണെങ്കിലും അതിൻ്റെ ചുമതല ഏൽക്കുവാനായിട്ട് തയ്യാറുമില്ല. അതിനു വേണ്ടിയിട്ടുള്ള കളികളൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. പിന്നെ വീഡിയോയിൽ പുള്ളിക്കാരി വന്നിട്ട് പറയുന്നത് ഈ ആരോപിക്കപ്പെടുന്നവർക്കൊക്കെ കുടുംബങ്ങളൊക്കെ ഉണ്ടെന്നും ഇതൊക്കെ അറിയുമ്പോഴേക്കും കുടുംബത്തിന് തകർച്ചയും പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാകുമെന്നും ഒക്കെയാണ്. അപ്പോൾ നമ്മുടെ നാട്ടിൽ നിരവധി വലിയ കുറ്റകൃത്യങ്ങളും ചെറുതും വലുതുമായിട്ടുള്ള കുറ്റകൃത്യങ്ങളൊക്കെ ധാരാളം നടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്യുന്നവർക്ക് കുടുംബവുമുണ്ട്. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് ഈ വലിയ തെറ്റ് ചെയ്തെങ്കിൽ കുടുംബങ്ങൾ ബുദ്ധിമുട്ടുമെന്ന് പറഞ്ഞ് പുറത്ത് കൊണ്ടുവരാതിരിക്കണോ? എന്താണ് പുള്ളിക്കാരി പറഞ്ഞു വരുന്നതെന്ന് മനസ്സിലാകുന്നില്ല. അപ്പോൾ എന്തൊക്കെയായാലും തെറ്റു ചെയ്തെങ്കിൽ അത് പുറത്ത് കൊണ്ടുവരിക തന്നെ വേണം. അതിനു വേണ്ടിയിട്ടാണ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പോലും.
അപ്പോൾ ഇനി ഇതുപോലെ വേറൊരു പെൺകുട്ടിക്കും ഉണ്ടാവാതെ ഇരിക്കാൻ വേണ്ടി മുൻകരുതലുകൾ എടുക്കുക തന്നെ ചെയ്യണം. ഇൻഡസ്ട്രിയിൽ നിൽക്കുന്നവരാണ്. സോണിയ മൽഹാർ എന്ന് പറയുന്ന വ്യക്തിയാണ് ഒരാൾക്കെതിരെ കുറ്റാരോപണം നടത്തുന്നത്. പക്ഷേ ഈ വ്യക്തി എന്ന് പറയുന്നത് ഇപ്പോഴാണ് എനിക്ക് തോന്നുന്നു ഫോക്കസിലൂടെയാണ് ആദ്യമായി ജയസൂര്യ അല്ല എന്നൊരു വാക്ക് പറയുന്നത്. ഇതുവരെ ഈ വ്യക്തിയും കുടുംബവും അനുഭവിച്ചിരിക്കുന്ന സൈബർ ആക്രമണം മറ്റൊരു സൈഡാണ്. അതിലൊരു കുറ്റബോധമുണ്ടോ? നമ്മൾ കാരണം മറ്റൊരാൾക്കൊരു ബുദ്ധിമുട്ട് വരുമ്പോൾ സ്വാഭാവികമായിട്ടും പല ആർട്ടിസ്റ്റുകളുടെ പേരുകൾ, പല താരങ്ങളുടെ പേരിൽ, സൂപ്പർ താരങ്ങളുടെ ലാലേട്ടൻ, ദുൽഖർ, ജയസൂര്യ അടക്കം കേൾക്കുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവും. അവരുടെ വീട്ടുകാർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടിന് നമ്മൾക്ക് ഇപ്പോൾ വേറെ ഒന്നും ചെയ്യാനില്ല. കാരണം പല ആളുകൾക്ക് പൊതുജനമാണ്, അവർ പല രീതിയിൽ അതിനെ അസംശയം കണ്ടെത്തും. നമുക്ക് എന്ത് പറയാൻ പറ്റുമൊന്നും പറയാൻ പറ്റില്ല. പ്രത്യേകിച്ച് അതിനകത്ത് ഞാനായിട്ട് ഇപ്പോൾ ഒരാളുടെ പേര് ഒന്നും ഭയക്കുന്നില്ല. എനിക്ക് എന്നെ തന്നെയാണ് ഭയം. ബിക്കോസ് എനിക്കൊരു ട്രോമയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ ഒരു വിധവയാണ്. ഇപ്പോൾ എനിക്ക് ഹസ്ബൻഡ് ഇല്ല, മരണപ്പെട്ടു. എൻ്റെ കുഞ്ഞുങ്ങൾ, കുടുംബം, എൻ്റെ ഉത്തരവാദിത്തങ്ങൾ, എൻ്റെ ഇനി വരാൻ പോകുന്ന സിനിമകൾ, ഇനി എൻ്റെ തമിഴ് പടം വരുന്നു. അപ്പം ഞാൻ ഇങ്ങനെയൊക്കെയുള്ള കാര്യത്തിലായിട്ട് നമ്മുടെ കൊച്ചു കൊച്ചു ജീവിതമായിട്ട് പോകുന്ന ഒരുപാട് മാനസിക വ്യതയിലൂടെ പോകുന്ന ഒരാളാണ്. അപ്പം എനിക്കിനിപ്പോൾ ഇതൊരാളുടെ പേര് പറഞ്ഞു, അയാളെ കുറച്ച് ആളുകളുടെ മുമ്പിൽ നിർത്തി അങ്ങനെയുള്ള ഒരു കാര്യത്തിന് പോകാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ്. അപ്പം ഞാനിപ്പോൾ ഈ ജയസൂര്യ അടക്കമുള്ള ആളുകളുടെ എന്താ പറയുക, അവർ കോർണർ ചെയ്ത് ഇനി അങ്ങോട്ട് നിങ്ങളാരും അവരെ ഒന്ന് വലിച്ചഴക്കരുത്, അങ്ങനത്തെ ഒരു ഞാനുമായിട്ട് ബന്ധപ്പെടുത്തി വേറെ ഏതെങ്കിലും കേസ് തന്നെ നിങ്ങൾ സംസാരിച്ചു. ബിക്കോസ് അതെൻ്റെ റിക്വസ്റ്റാണ്. ഞാനൊരു പേര് പറഞ്ഞിട്ടില്ല. അപ്പം നിങ്ങളൊരെണ്ണം കണ്ടെത്തി അതിനൊരു ഇതാക്കണ്ടെന്നുള്ളൊരു മറുപടിയാണ്. കാരണം ഒരാൾ അപ്പോൾ ആരോപണങ്ങളൊക്കെ ഉണ്ടായാൽ അതിൻ്റെ സത്യാവസ്ഥ അറിയാനായിട്ട് അതിനു വേണ്ടിയിട്ട് അന്വേഷണങ്ങളുമൊക്കെ നടന്നേ മതിയാകൂ. അതിനുവേണ്ടി ഇതൊക്കെ പുറത്ത് കൊണ്ടുവന്നേ പറ്റൂ. ഭയങ്കര ആരോപണങ്ങളൊക്കെ ആദ്യം വന്നു, പിന്നെ ഹിന്റുകൾ കൊടുക്കലും, അവസാനം ആളുകൾ ആരാണെന്ന് കാര്യം കണ്ടുപിടിച്ചപ്പോഴേക്കും പിന്നെ മാറ്റി പറയുകയും ഒക്കെ ചെയ്യുന്നു ഈ സോണിയ എന്ന് പറഞ്ഞ നടി. അപ്പോൾ ആദ്യം പുള്ളിക്കാരി പറഞ്ഞതിൻ്റെ നേരെ വിപരീതമായിട്ടും കോൺട്രാഡിക്ടറി ആയിട്ടുമൊക്കെയാണ് ഇപ്പോൾ പറയുന്നത്. ഇപ്പോൾ ആ ഹിന്റുകൾ എവിടെ പോയി, ആ മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ എവിടെ പോയി, അതൊന്നും വിശദീകരിക്കുന്നില്ല. അതൊന്നും എന്തിനാ ഇങ്ങനെയൊക്കെ പറഞ്ഞത്, ആരോപണങ്ങൾ ഇല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇങ്ങനെയൊക്കെ ഹിന്റുകളൊക്കെ പറഞ്ഞ് ഇങ്ങനെയൊക്കെ സംസാരിച്ചത്, അത് മനസ്സിലാകുന്നില്ല. ഇനി കുറച്ചുകൂടി കണ്ടിട്ട് തിരിച്ചു വരാം. പെൺകുട്ടികളുടെ കണ്ണീർ, ഒരുപാട് പേരുടെ സത്യം തന്നെയാണല്ലേ. ഞാൻ പറയുന്ന ഒരു വാക്കിലും സത്യം ഇല്ലാതില്ല. കാരണം ചില വാക്കുകൾ ഞാൻ ചിലപ്പോൾ വിഡ്രോ ചെയ്യുന്നുണ്ടാവും. പക്ഷെ എൻ്റെ അനുഭവങ്ങളിൽ ഈ പറയുന്ന സെക്കൻഡ് വരെയും എൻ്റെ ജീവിതത്തിൽ ഒരു കള്ളവും ഞാൻ ഇനി മരിക്കുന്നത് വരാം കള്ളം പറഞ്ഞ് ജീവിക്കരുതെന്നാണ് എൻ്റെ അച്ഛൻ പഠിപ്പിച്ചിട്ടുള്ളത്. അർഹതയില്ലാത്തത് സ്വന്തമാക്കരുതെന്നാണ്. അപ്പോൾ പറഞ്ഞു വന്ന് സോണിയ ആദ്യത്തെ കാര്യങ്ങളൊക്കെ തന്നെയും പരസ്പര അത് മുമ്പ് പറഞ്ഞ പോലെ കോൺട്രാഡിക്ടറി ആയിട്ടും ജയസൂര്യ അല്ല എന്ന് തന്നെയാണ് ഇപ്പോൾ പുള്ളിക്കാരി പറയുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ആളുകളെ മണ്ടന്മാരാക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല. ജനങ്ങൾ വിഡ്ഢികളല്ല എന്ന് ഇനിയെങ്കിലും മനസ്സിലായാൽ കൊള്ളാം. കാരണം പബ്ലിക്കിൽ വന്ന് ഓരോരോ ആരോപണങ്ങളൊക്കെ ഉന്നയിക്കുമ്പോൾ അത് വളരെ വ്യക്തതയോടെയും സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ മാത്രം ചെയ്യുക. അല്ലാതെ ഒരു ദിവസം ഇങ്ങനെ വന്ന് പറയുക. അപ്പോൾ 2-3 ദിവസം ജയസൂര്യ എയറിലൊക്കെ ആയിരുന്നു, അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ജയസൂര്യ അല്ലായിരുന്നു എന്ന് പറഞ്ഞ് മാറ്റി പറയുക. അപ്പോൾ ഇതൊക്കെ ഓരോരോ ദിവസവും ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം പല സംഭവങ്ങളും ഇതുപോലെ മാറ്റിപ്പറച്ചിലുകളും ഒക്കെ ഇതുപോലെ നടക്കുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെ തന്നെ ആയാലും മുമ്പ് ഈ ജയസൂര്യയ്ക്ക് എതിരെ വരുന്ന ജയസൂര്യാണ് ആളെന്ന് വരുന്ന രീതിയിലുള്ള ഒരു വീഡിയോ ഹിൻ്റൊക്കെ കൊടുത്ത് പുള്ളിക്കാരി മാധ്യമങ്ങളിൽ ഷെയർ ചെയ്തിരുന്നുകൊണ്ട് എല്ലാവരും അത് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെച്ചു. ഇപ്പോൾ സോണിയ വന്നിട്ട് ഇതല്ല എന്ന് തിരിച്ചു പറയുമ്പോൾ എല്ലാവർക്കും ഇത് മാറ്റി ഈ തിരിച്ചു പറഞ്ഞ വീഡിയോസും കാര്യങ്ങളുമൊക്കെയാണ് ഇപ്പോൾ എല്ലാവരും ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ കാര്യങ്ങൾ മാറിയും മറിഞ്ഞുമൊക്കെ പറയാനായിട്ട് ഇട വരാതെ ആദ്യമേ പറയുമ്പോൾ തന്നെ കൃത്യതയോടുകൂടി കാര്യങ്ങൾ പറഞ്ഞിരുന്നാൽ ഈ ബുദ്ധിമുട്ടുകളൊക്കെ ഒഴിവാക്കാമായിരുന്നു. അപ്പോൾ സത്യങ്ങൾ എന്തൊക്കെ തന്നെ ആയാലും ആരോപണങ്ങൾക്കും അതിനു വേണ്ടിയിട്ടുള്ള അന്വേഷണങ്ങളും കാര്യങ്ങളുമൊക്കെ അതിൻ്റെ വഴിയെ നടക്കുന്നുണ്ട്. അപ്പോൾ പല പ്രമുഖ സ്ഥാനങ്ങളിൽ ഉള്ളവരും അമ്മായിൽ നിന്നും രാജി വയ്ക്കുന്ന വാർത്തകളും എന്നും വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വാർത്ത വളരെ പ്രസക്തമായതുകൊണ്ട് ഇതിനെക്കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ 2 ദിവസം മുമ്പ് ചെയ്തിരുന്നത് കൊണ്ടുമാണ് ഇതിന് എതിരായിട്ടുള്ളൊരു വീഡിയോ സോണിയ പറഞ്ഞപ്പോഴേക്കും ഇത് ഇന്ന് എല്ലാവരുടെയും അടുത്ത് വന്ന് ഷെയർ ചെയ്യാനായിട്ട് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇനിയും പ്രധാനപ്പെട്ട വിശേഷങ്ങളും വിവരങ്ങളും ഒക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.